ഓരോ പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അല്ലേ. അപ്പോൾ ഇന്നത്തെ പ്രശ്നം വേറൊന്നല്ല കേട്ടോ, കടലിലെ കപ്പൽ മറിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലുണ്ടായ കണ്ടെയ്നർ മറിഞ്ഞിട്ട് ആകെ പ്രശ്നമായിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ മീനും കാര്യങ്ങളൊന്നും കുറച്ച് നാളത്തേക്ക് പ്രതീക്ഷിക്കേണ്ടത് സാരം. എനിക്ക് മീൻ കിട്ടാത്ത വിഷമമൊന്നും അല്ല കേട്ടോ, കാരണം ഈ പ്രശ്നങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു വിഷമമാണ്. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ബീഫ് ഇടിച്ചതാട്ടോ. ആ വിഷമം അങ്ങോട്ട് തീർത്തേക്കാന്ന് വിചാരിച്ചു. അതിലോട്ട് നമുക്ക് ബീഫിലോട്ട് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ബീഫ് മസാല, മല്ലിപ്പൊടി, മുളക് പൊടി എല്ലാം കൂടിയിട്ട് നല്ലോണം കുഴക്കാം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കണം കേട്ടോ ലാസ്റ്റ് ആകുമ്പോൾ. ഇതെല്ലാം കുഴച്ചിട്ട് കുക്കറിലോട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. ഒരുപാടൊന്ന് വെള്ളം ഒഴിക്കണ്ട, ഒന്ന് വേവേണ്ട ആ വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. പിന്നെ നമുക്ക് പരിപ്പ് കറി കേട്ടോ ഞാനിന്ന് കൂട്ടാനായിട്ട് വെക്കുന്നത്. മീൻ കറി ഇല്ലാത്തതുകൊണ്ട് പരിപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നാളേക്ക് ഇനി എന്ത് ചെയ്യുമോ ആവോ. അങ്ങനെ ഇതാ ഉള്ളി പൊളിക്കുന്നുണ്ട്, വെളുത്തുള്ളിയൊക്കെ പൊളിച്ച് വെക്കുന്നുണ്ട്. ഉള്ളി നമുക്ക് എന്താ പറയുക പരിപ്പിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ പൊളിച്ചത്. അപ്പോൾ ഇതാ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി നല്ലോണം ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം ഈ ബീഫ് അതിലോട്ട് തട്ടിക്കൊടുക്കാം. ഈ ബീഫ് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഉള്ളിയൊക്കെ ചതച്ച് കൊടുക്കുന്നുണ്ട്. ബീഫ് നല്ലോണം ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇടിച്ചമുളകും വേപ്പിലയും ഗരം മസാലപ്പൊടിയും വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ നല്ലോണം വീണ്ടും ഒന്ന് മൊരിയിച്ചെടുക്കാവേ. ഇത് എത്രത്തോളം മൊരിയുന്നു അത്രത്തോളം ടേസ്റ്റ് കൂടുള്ളൂ കേട്ടോ, കാരണം ഇതിൽ ഗൾഫിലൊക്കെ കൊടുത്തു വിടാൻ ഇത് മസ്റ്റ് സാധനമാണ്. അടിപൊളി ടേസ്റ്റ് ആട്ടോ. ബീഫ് പൊരിച്ച് തിന്നതിനെക്കാട്ടി കൂടുതൽ എനിക്ക് ഇഷ്ടമാട്ടോ ഇങ്ങനെ ചെയ്ത് തിന്നാൻ. പിന്നെ പരിപ്പേറി സെറ്റായിട്ടുണ്ട്, ബീഫ് കറി സെറ്റായിട്ടുണ്ട്. ഇനി എന്തായാലും ഞാൻ ചോറ് കഴിക്കട്ടെ, മണി ഇപ്പോൾ 2 അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ടാവാം ബാക്കി കാര്യങ്ങളൊക്കെ. ബീഫിൻ്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല കേട്ടോ, ഒട്ടും